എൻ്റെ ഉത്തമ സ്നേഹിതരായ എൻ്റെ കൂട്ടുകാരെ, നമുക്കൊരുമിച്ച് നമ്മുടെ കൂട്ടുകാരനായ യേശുവിനോട് സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭയം അഥവാ പേടി നമുക്കെല്ലാവർക്കും ഉള്ള ഒരു വികാരമാണ്, അല്ലേ? ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും പരീക്ഷാ പേടി, രാത്രി ആയാൽ ഇരുട്ടിനെ പേടി, വഴിയിലൊരു പട്ടിയെ കണ്ടാൽ പിന്നെ പറയുകയേ വേണ്ട. ഭയം നമുക്കെല്ലാം അതുണ്ട്. വേണ്ടതിനും വേണ്ടാത്തതിനും ഭയം. എന്നാൽ നമുക്കുണ്ടാകേണ്ട ഒരു ഭയമുണ്ട്, ദൈവഭയം. അത് നമുക്കുണ്ടോ എന്ന് ഈ നോമ്പുകാലത്തിൽ ഒന്ന് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ദൈവഭയം നമുക്കുണ്ടായിരിക്കണം. ദൈവമുണ്ട് എന്ന ബോധ്യം നമുക്കുള്ളതാണ് ദൈവഭയം. അതുണ്ടെങ്കിൽ നാം പാപത്തിൽ നിന്നകന്നിരിക്കും. സാത്താൻ്റെ പ്രലോഭനക്കെണിയിൽ വീഴാതിരിക്കാൻ നാം നിരന്തരം പ്രാർത്ഥിക്കും. നമുക്കൊരു വചനം ഓർക്കാം. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? സങ്കീർത്തനങ്ങൾ 27:1. കൂട്ടുകാരെ, ഈ വചനം ചൊല്ലി നാം പ്രാർത്ഥിക്കുമ്പോൾ ഇരുട്ടിൽ കർത്താവ് പ്രകാശമായി വരും. നമ്മുടെ പരീക്ഷാ സമയങ്ങളിൽ ദൈവം ഓർമ്മ, ബുദ്ധി, ആലോചന എന്നിവ നൽകി നമ്മളെ അനുഗ്രഹിക്കും. പ്രതികൂലങ്ങളുടെ ഇടയിലും കർത്താവ് നമുക്ക് കോട്ടയായിരിക്കും. ആകയാൽ ഈ നോമ്പുകാലത്തിൽ വചനം ചൊല്ലി പ്രാർത്ഥിക്കാം, ഉത്സാഹിക്കാം. ആമേൻ.